ആഗോള അയ്യപ്പ സംഗമത്തിനായി വകയിരുത്തിയതിൽ കൂടുതൽ തുക അനുവദിക്കാനാവില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ചെലവ് കണക്കുകളിൽ വ്യക്തത വരുത്താൻ ചേർന്ന യോഗത്തിലാണ് ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. കരാറുകാരായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഷഫീദ് റാവത്ത് ചേർന്നു. ഷഫീദ്, അതുപോലൊരു പരിപാടിക്ക് 7 കോടിയുടെ ചെലവ് എന്താണ് എന്ന് പറയേണ്ടത് ഊരാളുങ്കലാണ്. ഇനി ഈ പറയുന്നത് പോലെ കൊടുക്കാൻ വെച്ച് 4.5 കോടിയാണെങ്കിൽ കൂടിയും അത് സാധാരണ മനുഷ്യന്മാർക്ക് ദഹിക്കുന്ന കണക്കല്ല. ഒരു ദിവസത്തെ 700 പേര് പങ്കെടുത്ത 4 കഴുക്കോലൊരു പന്തലിട്ടൊരു പരിപാടി, കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തൊരു പരിപാടിക്ക് 4.5 കോടി 7 കോടി എന്നൊക്കെ പറഞ്ഞ ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ക്രമക്കേടുകളെ സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കരാർ കമ്പനിയുമായി, അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്ത, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത കമ്പനിയുമായി ഒരു യോഗം ഇപ്പോൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനുമായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് 6.55 കോടി രൂപയുടെ ചെലവുണ്ടായെന്നാണ് IIC ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. മാത്രമല്ല അത് അംഗീകരിച്ച് പണം അനുവദിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ 4.99 കോടി രൂപ മാത്രമേ ചെലവായി അംഗീകരിക്കാനാവൂ എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഈ നിലപാട് ഈ യോഗത്തിൽ ഇപ്പോൾ IICയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെലവുകൾക്കായി വകയിരുത്തിയ 4.99 കോടിക്ക് അപ്പുറത്തേക്ക് പണം അനുവദിക്കാൻ കഴിയില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കണക്കുകളടക്കമുള്ള കാര്യങ്ങളിൽ വിവരശേഖരണം നടത്തിയ ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി കമ്പനി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല ഈ യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും. ഹാഷ്മി, അല്ല ഷഫീദ്, ഒരു പ്രശ്നവും ഇല്ല, ഇതെല്ലാം എന്തോ കണക്കിന് പ്രശ്നം മാത്രമാണ്, ഒരു അഞ്ചിന് നയാ പൈസ ഒന്നും പ്രശ്നമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറയുന്നത് കണക്കിൽ പൊരുത്തക്കേടുണ്ട് എന്ന സ്ഥിരീകരണവും അദ്ദേഹം പറയുന്നുണ്ട്. K. ജയകുമാറിന്റെ വാക്കുകളിൽ ആ പൊരുത്തക്കേടിൽ ഒരു അതൃപ്തി കൂടി എനിക്ക് തോന്നി. ഷഫീദ്, ഹാഷ്മി, ഉറപ്പായിട്ടും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്തിപ്പോൾ നമ്മൾ ഈ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരിൽ ഈ ബില്ലുകൾ എഴുതിയടക്കമുള്ള കാര്യങ്ങളിൽ ചില പലതരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. മാത്രമല്ല ഭക്ഷണം ഒരുക്കിയതിൽ നേരത്തെ മുൻപ് പ്രീ പ്ലാനായി എസ്റ്റിമേറ്റ് ഇട്ട ഭക്ഷണ തുകയായിരുന്നില്ല മുടക്കേണ്ടി വന്നത്. അങ്ങനെ പലതരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കിന്റെ കാര്യത്തിലടക്കം പലതരത്തിൽ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളടക്കം ബില്ല് വിവരങ്ങൾ ദേവസ്വം ബോർഡ് പരിശോധിച്ചിരുന്നു. ഓഡിറ്ററിൽ നിന്ന് വിവരശേഖരണം നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ 4.99 കോടി മാത്രമേ കൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഉറച്ച നിലപാടിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനിയുടെ തുടർ നിലപാട് എങ്ങനെ അവർ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, മാത്രമല്ല ബില്ലുകളിൽ കൂടുതൽ പരിശോധന വേണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ നമുക്കറിയാം. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.